മരണങ്ങൾ, പ്രത്യേകിച്ച് ആത്മഹത്യകൾ, ശരിക്കും പറഞ്ഞാൽ മാനസിക നില പലപ്പോഴായി താളം തെറ്റുന്നൊരവസരത്തിൽ മനുഷ്യൻ ഏറ്റവും എളുപ്പത്തിലെടുക്കുന്ന ഒരു ഉപാധി, എല്ലാത്തിൽ നിന്നുമുള്ള ഒരു ഒളിച്ചോട്ടം, എന്നേക്കുമായ ഒരു ഒളിച്ചോട്ടം. എന്നാൽ സ്വാഭാവികമായി അത് ബുദ്ധിമുട്ടിക്കുന്നത് മറ്റുള്ളവരെയാണ്, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്, നമ്മളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു കാമുകിയുടെ മരണം സംഭവിച്ച വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെ കേൾക്കുന്നത് ആ പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്ന 27 വയസ്സുകാരനായ സിവിൽ പോലീസുകാരൻ കൂടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. ആ പെൺകുട്ടിയുടെ ആത്മഹത്യ വാർത്തയറിഞ്ഞ ആ പെൺകുട്ടിയെ അവസാന നോക്ക് കാണാനായി ആശുപത്രിയിലേക്ക് പോയ ചെറുപ്പക്കാരൻ. വളരെ ചെറുതിലെ തന്നെ പഠിച്ചു വാങ്ങിയ ജോലിയാണ്. അത്രയേറെ മെച്യൂരിറ്റിയും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ഉള്ളൊരു വ്യക്തിയായിരുന്നു ആ 27 വയസ്സുകാരൻ. എന്നാൽ സ്വന്തം കാമുകിയുടെ മരണം താങ്ങാനാവാത്ത വേദനയായി മാറി. അതുകൊണ്ട് തന്നെ അവളുടെ മരണം കണ്ടതിന് തൊട്ട് പിന്നാലെ അദ്ദേഹം വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞിറങ്ങി കുറച്ചു നേരത്തിന് ശേഷം വീണ്ടും വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് തൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടെന്നും പോസ്റ്റ് ഓഫീസിൽ ഇതാണ് പൈസ എന്നുമൊക്കെ അമ്മയെ പറഞ്ഞ് കണക്കുകൾ രേഖപ്പെടുത്തി. കണക്കുകൾ അറിയിച്ച മകൻ അവിടെ നിന്ന് യാത്രയായി. ഇതായിരുന്നു സംഭവം. ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവം എന്ന അക്ഷരാർത്ഥത്തിൽ പറയാം. സംഭവിച്ചത് മറ്റെവിടെയുമല്ല, തിരുവനന്തപുരത്തും. സിവിൽ പോലീസ് ഓഫീസറെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കോവളം വെള്ളാർ ഒലിപ്പുവിള അനിൽ ഭവനിൽ അഖിലാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെയാണ് സംഭവം. 2.5 വർഷം മുൻപ് പോലീസിൽ പ്രവേശിച്ച അഖിൽ തിരുവനന്തപുരം AR ക്യാമ്പിലായിരുന്നു ഉണ്ടായിരുന്നത്. വയനാട്ടിൽ നിന്നെത്തിയ യുവതിയുമായി അഖിൽ അടുപ്പത്തിലായി. ഇതാണ് പോലീസ് പറയുന്നത്. യുവതിയെ വാടക വീട്ടിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇതറിഞ്ഞ് ആശുപത്രിയിലെത്തി യുവതിയുടെ മൃതദേഹം കണ്ട ശേഷം വീട്ടിലെത്തിയ അഖിൽ പിന്നീട് പോലീസ് ക്യാമ്പിൽ പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് പോയത്. 1 മണിക്കൂറിനുള്ളിൽ തിരികെ എത്തിയത് കണ്ടത് മാതാവാണ്. മാതാവ് കാര്യം തിരക്കിയെങ്കിലും വ്യക്തമായ മറുപടി ലഭിച്ചില്ല. കാർ വാങ്ങിയതും പോസ്റ്റ് ഓഫീസിലുള്ള പണത്തിന്റെ കണക്കുകളും കാണിച്ച് രാത്രി 2:15 കൂടിയുള്ള സുഹൃത്തിന് വാട്സപ്പ് സന്ദേശം അയച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യ. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഓരോ ദിവസം വാർത്ത വരുമ്പോഴും പറയുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പഠിച്ചതും അതുപോലെ വിദ്യാഭ്യാസമേറിയതും ചിന്തിക്കാനുള്ള കെൽപ്പുള്ള കുട്ടികളുമാണ് ഭൂരിഭാഗവും ഇതിലേക്ക് ചാടുന്നത്. അതിനൊരു പ്രത്യേക ധൈര്യം വേണം. ആ ഒരു മാനസികാവസ്ഥ കടന്നു പോകാൻ ഒരു പ്രത്യേക ധൈര്യം തന്നെയാണ് അത്യാവശ്യം. എന്നാൽ പലപ്പോഴും ഇല്ലാതായി പോകുന്നതും അത് തന്നെയാണ്. ആ പെൺകുട്ടിയുടെ വാർത്ത ഇവിടെയും ഇല്ലെങ്കിലും ഈ പോലീസുകാരന്റെ മരണം വളരെയധികം എല്ലാവരെയും ഞെട്ടിച്ചു. ഒരു സിവിൽ പോലീസുകാരൻ, അതും 25-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറിയ ഒരു പോലീസുകാരൻ, വളരെ ബുദ്ധിപൂർവ്വം ശ്രദ്ധാലുവായി ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ, അവസാനം അത് തന്നെ ഉണ്ടായി എന്ന് പറയുമ്പോൾ വളരെയധികം വേദനയാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.